നമസ്കാരം, ടോപ്പ് 10ലേക്ക് സ്വാഗതം. പരപ്പനങ്ങാടി ചാലിയം റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ടെമ്പോ ട്രാവലറിന് തീപിടിച്ചു. പുക ഉയരുന്നത് കണ്ട് വാഹനത്തിലുള്ളവർ പുറത്തിറങ്ങിയതിനാൽ വൻ അപകടം ഒഴിവായി. കുടുംബശ്രീ പോലീസുമായി സഹകരിച്ച് ആരംഭിച്ച സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററിന്റെ പ്രവർത്തനം താനൂർ ഡിവൈഎസ്പി ഓഫീസിൽ ആരംഭിച്ചു. പരാതിക്കാർക്ക് മാനസിക പിന്തുണ നൽകുക എന്നതാണ് സ്നേഹിതയുടെ ലക്ഷ്യം. തിരൂർ CH സെന്റർ റംളാൻ ഹദിയ ക്യാമ്പയിന് തുടക്കമായി. ജീവകാരുണ്യ പ്രവർത്തകനും തിരൂർ CH സെന്റർ ട്രഷററുമായ പാറപ്പുറത്ത് മൊയ്തീൻകുട്ടി എന്ന ബാവഹാജി ഉദ്ഘാടനം ചെയ്തു. ആശാപ്രവർത്തകർക്കും അംഗനവാടി ജീവനക്കാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P. നസറുള്ള ഉദ്ഘാടനം ചെയ്തു. ആദവനാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രൈമറി സ്കൂളുകൾക്കുള്ള അടുക്കള പാത്രങ്ങളും ഉപകരണങ്ങളും വിതരണം ചെയ്തു. മാലിന്യമുക്തം നവകേരളം പ്രഖ്യാപനത്തിന്റെ ഭാഗമായി ചെറിയമുണ്ടം പഞ്ചായത്ത് 15ാം വാർഡിൽ വാർഡ് തല റാലിയും ശുചിത്വ പ്രഖ്യാപനവും പ്രതിജ്ഞയും നടത്തി. മെമ്പർ സുലൈമാൻ കൊടലിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. മികച്ച വിദ്യാർത്ഥികൾക്ക് വളവന്നൂർ അൻസാർ അറബി കോളേജ് ഏർപ്പെടുത്തിയ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. മാനേജർ പ്രൊഫസർ MM സയ്യിദ് ഉദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറം കൂട്ടിലങ്ങാടിയിൽ ചെങ്കല്ല് കയറ്റി വന്ന ലോറി ബ്രേക്ക് നഷ്ടപ്പെട്ട് മറിഞ്ഞു. കടൂപ്പുറത്ത് മുസ്ലിം ലീഗ് പാർട്ടി ഓഫീസ് വരാന്തയിലേക്കാണ് ലോറി മറിഞ്ഞത്. കൽപ്പകഞ്ചേരി GLP സ്കൂളിൽ സമഗ്ര ശിക്ഷ കേരള സ്റ്റാർ പദ്ധതി ഉൾപ്പെടുത്തി നിർമ്മിച്ച വർണ്ണക്കൂടാരം മാർച്ച് 28-ന് രാവിലെ 10-ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തിരൂർ മഹിളാ കോൺഗ്രസ് കമ്മിറ്റി സിഗ്നേച്ചർ ക്യാമ്പ് നടത്തി. സംസ്ഥാന സെക്രട്ടറി ആമിനമോൾ ഉദ്ഘാടനം നിർവഹിച്ചു. ടോപ്പ് 10 സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. മെജസ്റ്റിക് ജുവല്ലേഴ്സ് തിരൂർ, മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം, പവൻ ഗോൾഡ് തിരൂർ.